നമ്മൾ ഈ യാത്ര ആരംഭിച്ചിരിക്കുന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വൈകിട്ട് 8:05 പുറപ്പെടുന്ന പാലരുവി എക്സ്പ്രസിലാണ്. കോട്ടയം തിരുനെൽവേലി സെക്കൻഡ് സ്ലീപ്പർ ടിക്കറ്റ് 195 രൂപയാണ്. രാവിലെ 4:40 തിരുനെൽവേലി ജംഗ്ഷനിലെത്തും. എന്നാൽ അംബാസമുദ്രത്തിനടുത്ത് മണിമുത്താർ ഡാമും ഡാമിന്റെ റിസർവോയറിനുള്ളിലുള്ള മണിമുത്താർ ഫോൾസും കാണുക എന്ന ഉദ്ദേശത്തോടെ നമ്മൾ തിരുനെൽവേലിക്ക് മുമ്പ് അംബാസമുദ്രം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ നിന്ന് രാവിലെ ഒരു ബസ്സിൽ കയറി അംബാസമുദ്രം ബസ് സ്റ്റാൻഡിലും തുടർന്ന് മറ്റൊരു ബസ്സിൽ അവിടെ നിന്ന് മണിമുത്താറിലേക്കും എത്തി. 1-2 പെട്ടിക്കടകളും ചായക്കടകളും മാത്രമുള്ള ഒരു തനി തമിഴ്നാടൻ ഗ്രാമപ്രദേശമാണ് മണിമുത്താർ. ബസ് സർവീസ് ഒക്കെ വല്ലപ്പോഴുമേ ഉള്ളൂ. ഇവിടെ നിന്ന് 1 കിലോമീറ്ററിലധികം നടന്നു പോകണം ഡാമിലേക്ക്. ഡാം സൈറ്റിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് മണിമുത്താർ ഫോൾസ് റിസർവോയറിനുള്ളിൽ 6 കിലോമീറ്റർ ദൂരത്ത് റിസർവ്ഡ് ഫോറസ്റ്റിനുള്ളിലായാണ്. കാറിൽ വരുന്നവർക്കേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ. ഫോട്ടോഗ്രാഫി അലൗഡുമല്ല. അതുകൊണ്ട് നമ്മൾ ഡാമും പരിസര പ്രദേശങ്ങളും ഒക്കെ കണ്ട് തിരികെ ബസ്സിൽ തിരുനെൽവേലിയിലും അവിടുന്ന് ഒരു ലോക്കൽ ട്രെയിനിൽ തിരുച്ചെന്തൂരിലും എത്തി. അപ്പോഴേക്കും സമയം വൈകിട്ട് 5 മണിയായി. നല്ല കനത്ത മഴയും. രാത്രി ഒരു ലോഡ്ജിൽ താമസിച്ച് അടുത്ത ദിവസം രാവിലെ ക്ഷേത്ര പരിസരത്തേക്ക് നടക്കുമ്പോഴാണ് വളരെ രസികനായ ഒരു ചങ്ങാതിയെ കണ്ടുമുട്ടിയത്. വിചിത്രമായ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ നല്ല സൂപ്പർ ഇഞ്ചി ചായയും വടയുമൊക്കെ വിൽക്കുകയാണ് ഇദ്ദേഹം. ഞാൻ തമിഴ്നാട്ടിൽ വെച്ച് കുടിച്ചതിൽ ഏറ്റവും രുചികരമായ ചായ ഇതായിരുന്നു. ഇദ്ദേഹത്തിന് മലയാളികളെ വളരെ ഇഷ്ടമാണ്. കോവിൽ പരിസരത്തുള്ള കടകളാണ്. ഇതാണ് ക്ഷേത്ര കവാടം. അരുൾമികു സുബ്രഹ്മണ്യ സ്വാമി തിരുക്കോവിൽ. തിരുച്ചെന്തിളാണ്ടവർ എന്ന ശ്രീമുരുകന്റെ 6 വാസസ്ഥലങ്ങളിൽ രണ്ടാമത്തേത്. ശിവപാർവതിമാരുടെ പുത്രനായ മുരുകൻ ശൂരപത്മൻ എന്ന അസുരനെ കീഴടക്കിയ സ്ഥലമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. 9 നിലകളായിട്ടാണ് ഈ കോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. കോവിലിലെ പെണ്ണാനയായ ദൈവാനയാണിത്. ഇതൊക്കെ ഏറ്റവും സാധാരണക്കാരന്റെ ഭക്ഷണമാണ്. ക്ഷേത്രത്തിലേക്ക് വഴിപാടായി ഭിക്ഷ എടുക്കുന്നവരാണ്. ദർശനത്തിന് കാത്തു നിൽക്കുന്നവരുടെ നീണ്ട ക്യൂ. ഇവിടെയും കൂടുതൽ പണം കൊടുത്ത് ദർശനം വേഗത്തിലാക്കുന്ന VIP ക്യൂ നിലവിലുണ്ട്. പാവപ്പെട്ടവന് ദൈവത്തെ കാണാൻ കൂടുതൽ സമയം ക്യൂ നിൽക്കേണ്ടി വരും. ക്ഷേത്ര വഴിപാടുകൾക്കുള്ള വസ്തുക്കൾ വിൽക്കുന്നവരാണ്. തിരുച്ചെന്തൂർ കോവിലിൽ വരുന്നവർക്ക് താമസിക്കാൻ ധാരാളം മഠങ്ങളും സത്രങ്ങളുമൊക്കെ ഇവിടെ ലഭ്യമാണ്. സൗജന്യമായി ലഭിക്കുന്ന ഇത്തരം സംവിധാനങ്ങൾ തീർത്ഥാടകർക്ക് ഉപകരിക്കും. എന്നാൽ ഒരു ഫാമിലിക്ക് ഇത് പ്രായോഗികമല്ല. ക്ഷേത്ര പരിസരത്ത് ഏറ്റവും കൂടുതലുള്ളത് ലോഡ്ജുകളാണെങ്കിലും ഇവിടെ റെന്റ് വളരെ കൂടുതലാണ്. സിംഗിളായി ചെല്ലുന്നവർക്ക് റൂം കിട്ടാനും ബുദ്ധിമുട്ടാണ്. 1300-1500 മുതൽ മുകളിലേക്കാണ് സിംഗിൾ റൂം വാടക. എന്നാൽ ഒരു ലോഡ്ജിൽ 700 രൂപയ്ക്ക് നമുക്കൊരു മുറി തന്നു. ന്യായമായ സൗകര്യങ്ങളൊക്കെയുണ്ട്. ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം.
ഏതു നിലവാരത്തിലുള്ള ഭക്ഷണശാലകളും കോവിൽ പരിസരത്തുണ്ട്. കടൽ തീരമായതിനാൽ സുഖകരമായ കാറ്റുമുണ്ട്. പക്ഷിശാസ്ത്രക്കാരെയും കൈനോട്ടക്കാരെയും ഒക്കെ ധാരാളം കാണാം. ഒരു പൂജാരി തനിയെ ഇരുന്ന് പൂജ ചെയ്യുന്നു. ബീച്ച് നിറയെ ആൾക്കാരാണ്. പൊതുവെ സുരക്ഷിതമായ കടൽ തീരമായതിനാൽ ആൾക്കാരൊക്കെ ആഴത്തിലേക്ക് ഇറങ്ങിയാണ് കുളി. അന്ന് സുനാമി പോലും ബാധിക്കാത്ത കടൽ തീരമാണ്. ആൾക്കാരൊക്കെ ആഹ്ലാദ തിമിർപ്പിലാണ്. പലരുടെയും മുണ്ടും സാരിയുമൊക്കെ തിരമാല കൊണ്ടുപോയത് അവരറിഞ്ഞിട്ട് പോലുമില്ല. ധാരാളം ഡ്രസ്സുകൾ തിരമാലയിൽ ഒഴുകി നടക്കുന്നുണ്ട്. ഇവ പെറുക്കിയെടുത്ത് ഉപജീവനം തേടുന്നവരും ഇതിനിടയിലുണ്ട്. സ്വന്തം ഗ്രാവിറ്റി കൊണ്ട് മണലിൽ ഉറച്ചുപോയവരും ഉണ്ട്. ശക്തമായ തിരമാലകൾക്ക് പോലും അവരെ അവിടുന്ന് അനക്കാൻ സാധിക്കുന്നില്ല. നല്ല രസകരമായ ബീച്ച്. നിങ്ങൾ ഇതിലെങ്ങാനും വന്നാൽ ഉറപ്പായും കടലിൽ ഇറങ്ങിയിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു വൈബ്.